ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോർമൽ ഡെലിവറിയുടെ ടൈമിൽ കുഞ്ഞ് എളുപ്പത്തിൽ പുറത്തേക്ക് വരാനായി വജൈനയുടെ താഴ്ഭാഗത്തായി കട്ട് ചെയ്യാറുണ്ട്. ഇതിനെ എപ്പിസിയോട്ടമി എന്നാണ് പറയുന്നത്. പ്രസവശേഷം ഇവിടം സ്റ്റിച്ച് ഇടുന്നതാണ്. തനിയെ പോകുന്ന ടൈപ്പ് സ്റ്റിച്ചാണ് ഇടുന്നത്. ഈ എപ്പിസിയോട്ടമി മുറിവ് വേഗത്തിൽ ഉണങ്ങാനും വേദനയും അസ്വസ്ഥതയും കുറയ്ക്കാനായും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിൽ ആദ്യത്തേത് സിറ്റ്സ് ബാത്ത് ആണ്. ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇരിക്കുന്നതാണ് സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത്. പ്രസവിച്ച് ആദ്യ ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ പാത്രത്തിൽ ചെറു ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് അതിലൊരു 10-15 മിനിറ്റ് ഇരിക്കുക. വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി, കൂടുതലാവരുത്. ഇങ്ങനെ ചെയ്യുന്നത് മുറിവ് ഉണങ്ങാനും അസ്വസ്ഥതകൾ കുറയ്ക്കാനും വളരെയധികം സഹായിക്കും. പിന്നെ ആ ഭാഗത്ത് ഐസ് പാക്ക് വെക്കാവുന്നതാണ്. ഐസ് പാക്ക് നേരിട്ട് മുറിവിൽ വെക്കാതെ ഒരു വൃത്തിയുള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് വേണം വെക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി, കൂടുതൽ സമയം വെക്കേണ്ടതില്ല. പ്രസവശേഷം 1-2 ദിവസത്തിന് ശേഷം ഇങ്ങനെ ഐസ് പാക്ക് വെക്കാവുന്നതാണ്. ഒരു ദിവസം 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ വെക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വജൈനയുടെ ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. ചെറു ചൂടുള്ള വെള്ളമോ സാധാ പച്ചവെള്ളമോ ഉപയോഗിച്ച് മാത്രമേ വജൈനയുടെ ഭാഗം കഴുകാൻ പാടുള്ളൂ. വി വാഷ്, ഡെറ്റോൾ ചേർത്ത വെള്ളം, സോപ്പ് ഇവയൊന്നും ഉപയോഗിച്ച് വജൈന കഴുകാതിരിക്കുക. കഴുകിയതിന് ശേഷം അവിടം കോട്ടൺ തുണി ഉപയോഗിച്ച് ഉപ്പിയെടുക്കാൻ ശ്രദ്ധിക്കുക. പ്രഷർ കൊടുത്ത് തുടയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് വേണം തുടയ്ക്കാനായിട്ട്. പിന്നെ ഇരിക്കുന്ന ടൈമിലൊക്കെ വജൈനയ്ക്ക് ഒരുപാട് പ്രഷർ വരുന്ന രീതിയിൽ ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാലുകൾ ഒത്തിരി അകത്തി വെച്ചിരിക്കുന്നതും ഒഴിവാക്കുക. ഇത് സ്റ്റിച്ചൊക്കെ വലിയാനും വിട്ടുപോകാനും ഇടയാക്കും. സാധാരണ പ്രസവശേഷം കുറച്ച് നാൾ തുണി ഉപയോഗിക്കുന്നത്. ഈ തുണി കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. കുഴമ്പൊക്കെ തേച്ച് കുളിക്കുന്ന ടൈമിൽ അവയെല്ലാം ആ ഭാഗത്ത് വീഴാതെ നോക്കണം. പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, സിങ്ക്, കാൽസ്യം, ഫാറ്റ് ഇവയൊക്കെ അടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും മുറിവ് വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കും. പിന്നെ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായി കഴിക്കുക. നന്നായി വെള്ളം കുടിക്കുകയും വേണം. പ്രസവശേഷം മലബന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നന്നായി വെള്ളം കുടിക്കുന്നതിലൂടെയും നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെയും മലബന്ധം ഉണ്ടാവുന്നത് തടയാൻ സാധിക്കും. മലബന്ധം ഉണ്ടായാൽ ടോയ്ലറ്റിൽ പോകുന്ന ടൈമിലൊക്കെ പ്രഷർ ചെലുത്തേണ്ടതായി വരും. ഇങ്ങനെ പ്രഷർ വരുമ്പോഴും സ്റ്റിച്ചിനെ ബാധിക്കുകയും മുറിവുണങ്ങാൻ താമസം വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ മലബന്ധം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉണ്ടായാൽ തന്നെ ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞ് മരുന്ന് കഴിക്കേണ്ടതുമാണ്. മുറിവിൽ തേക്കാൻ ഡോക്ടർ ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ട് എങ്കിൽ അത് ഒഴിവാക്കാതെ പുരട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറിവിൻ്റെ ഭാഗത്ത് ചുമന്ന് വീർത്ത് വരിക, വേദന കുറയുന്നില്ല, കൂടുകയാണ് ചെയ്യുന്നത്, സ്മെല്ലുണ്ട്, പഴുപ്പ് പോലെ കാണുന്നുണ്ട്, പനിയുണ്ട് എങ്കിലൊക്കെ നിർബന്ധമായും ഡോക്ടറെ കണ്ട് വിവരം പറയേണ്ടതാണ്. ഡോക്ടർ മരുന്നുകൾ നിർദ്ദേശിക്കുകയാണ് എങ്കിൽ അത് കറക്റ്റായിട്ട് കഴിക്കുകയും ചെയ്യണം. പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ ചെയ്യുന്നതും മുറിവ് ഉണങ്ങാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.